അഭിവന്യരായ അധ്യാപകരെ, രക്ഷിതാക്കളെ, ഏറെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഏവർക്കും നമസ്കാരം. സ്കൂൾ ജീവിതം ഏറ്റവും അവിസ്മരണീയമായ, അനുഭൂതിജന്യമായ ഒരു കാലഘട്ടമാണ്. ബാല്യം കലിതാപമായ കാലം. ജീവിതത്തിലെ ഏറ്റവും സുപ്രസന്നമായ സന്തോഷത്തിൻ്റെ ഇന്ദ്രജാലങ്ങൾ തീർക്കുന്നത് സ്കൂൾ ഓർമ്മകളാണ്. വാങ്ങിയ മാർക്കുകളല്ല, നല്ല നിമിഷങ്ങൾ, കുസൃതികൾ, സ്മരണകളുടെ സമാഹാരത്തിലെ തങ്കമുദ്രകളാണ് അവ. ദിവ്യദീപ്തമായ ഓർമ്മകളായി അവ മാറണമെങ്കിൽ മൂല്യബോധം, സഹജീവി സ്നേഹം, വിനയം എന്നിവയെല്ലാം കൂട്ടിക്കുഴച്ച് അവ പടുത്തുയർത്തണം. മഹിതോജ്വലമായ പാരമ്പര്യവും സംസ്കൃതിയുമുള്ളവരാണ് ഭാരതീയർ. ഒരു സമൂഹത്തിൻ്റെ ഈടുവയ്പ്പുകളായ മഹത്തായ ആ ഭൂതകാലത്തെ വേണ്ട രീതിയിൽ വായിച്ചെടുക്കുകയും കണ്ടെത്തുകയും ചെയ്താലേ ബലവത്തായ വർത്തമാനവും ഭാവിയും വാർത്തെടുക്കുവാൻ കഴിയൂ. മുണ്ടകോപനിഷത്തിലെ മന്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന പരിപശ്യന്തി ധീര എന്ന മന്ത്രശകലം ഞാൻ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ധീരന്മാർ പരമകാരണമായ സത്യത്തെ സർവത്ര കണ്ടനുഭവിക്കുന്നു. ആരാണ് ധീരന്മാർ? ഇന്ദ്രിയങ്ങളെ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് അന്തർമുഖരായി ഏകാഗ്രതപ്പെടുത്തുന്നവരാണ് ധീരന്മാർ. രാഗദ്വേഷങ്ങൾ അകന്ന് അന്തർമുഖമായി ഏകാഗ്രപ്പെടുന്ന ബുദ്ധിക്ക് ഉള്ളിൽ നിന്ന് നിരപേക്ഷമായ അന്തശീതളതയുള്ള പ്രസന്നത തെളിയും. ഏത് പ്രതിസന്ധികൾക്കും വെല്ലുവിളികൾക്കും ഇടയിലും പതറാതെ, തളരാതെ, തകരാതെ മുന്നോട്ടു പോകുവാൻ കഴിയണമെങ്കിൽ അത്തരത്തിലുള്ള സമ്പൂർണ്ണ വികസനം നേടുന്ന വിദ്യാഭ്യാസ സംവിധാനം നമുക്ക് വേണം. ബാഹ്യമായ വിവരശേഖരണവും അതിൻ്റെ വിവിധ ആവിഷ്കാരങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും വൈകാരികമായി ഏറെ തളർന്ന ചെറിയ ജീവിത പ്രതിസന്ധികളെ പോലും തരണം ചെയ്യുവാൻ കഴിയാതെ ലഹരിയെയും മയക്കുമരുന്നിനെയും മരണത്തെയും വരിക്കുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത്. ആത്മാശ്രിതമായ നന്മയുള്ള ചേതനകൾ ഉണർത്തി ഈ അധ്യയന വർഷം പുഷ്പിതമാക്കാൻ, പുഷ്കലമാക്കാൻ, അനുവാചകനിലേക്ക് കടക്കാൻ കഴിയുന്ന ധാർമ്മിക ആദർശങ്ങളുടെ ഇടനാഴി തീർക്കാൻ, വിദ്യാഭ്യാസ ജീവിതം അർത്ഥസമ്പുഷ്ടമാക്കുവാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.